السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ 167 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഹ്സിനീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഭക്ഷണം എന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇത് പഠിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ടു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون قال غير الله أبغيكم إلها وهو فضلكم على العالمين وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين فلما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعيقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അറാഫിലെ 138 മുതൽ 143 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. അതായത് 9-ാമത്തെ ജുസ്ഇൽ 167-ാമത്തെ പേജ്. മൂസാ നബി അലൈഹിസ്സലാമും ഫിർഔനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ 137-ാം ആയത്തോടെ കഴിഞ്ഞ പേജിൽ അല്ലാഹു തആല പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അവനെ മുക്കിക്കൊന്നതും മൂസാ നബി അലൈഹി സ്വലാമും കൂട്ടം രക്ഷപ്പെട്ട വിഷയമെല്ലാം അവിടെ പറയുകയും ചെയ്തിരുന്നു. ഇനി അടുത്ത ആയത്ത് മുതൽ പറയാൻ പോകുന്നത് മൂസാ നബി അലൈഹി സ്വലാമും സംഘവും കടൽ കടന്ന് രക്ഷപ്പെട്ട് പോയതിനു ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. ആദ്യം പറയുന്നത് കടലൊക്കെ കടന്ന് രക്ഷപ്പെട്ടു പോകുന്ന വഴിക്കുണ്ടായൊരു സംഭവം, അവരുടെ നന്ദികേടും ബുദ്ധിഹീനതയും വരച്ചു കാട്ടുന്നൊരു സംഭവമാണ്. അതായത് കടൽ കടന്നവർ സിറിയയിലേക്ക്, ഷാം പ്രദേശത്തേക്ക് യാത്ര തുടരുകയാണ്. വഴിമധ്യേ ബിംബാരാധകരായ ഒരു ജനതയുടെ വാസസ്ഥലത്തുകൂടെ അവർ കടന്നു പോവുകയാണ്. എന്താണ് നാട്ടുകാർ ചെയ്യുന്നത്? അവർ പശുവിന്റെ പ്രതിമകൾ ഉണ്ടാക്കി ആരാധിക്കുകയാണ്. ബിംബങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോ, അതിനു ചുറ്റും ഭജനമിരുന്ന് ധ്യാനമിരിക്കുന്നത് കണ്ടപ്പോ ബനൂ ഇസ്രായേലുകാർക്ക് അവരുടെ പഴയ ബിംബാരാധന ഓർമ്മ വന്നു. പണ്ട് പശുവിനെ ഉണ്ടാക്കി ആരാധിച്ചിരുന്നില്ല അവർ.
അപ്പൊ പഴയ ബിംബാരാധന, പശുപൂജ ഇതൊക്കെ ഓർമ്മ വന്നപ്പോ ഇവരെ പോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ കിട്ടിയിരുന്നെങ്കിൽ, ചില ഇലാഹകളെ കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആശിച്ചുപോയി. ആ ആഗ്രഹം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തുറന്നു പറയുകയും ചെയ്തു. ഇതാണ് സംഭവം. എന്തൊരു വിഡ്ഢിത്തരമാണല്ലേ, എന്തൊരു മൗഢ്യമാണിത്. അള്ളാഹുവിന്റെ തൗഹീദ് പ്രബോധനം ചെയ്യാനാണ് മൂസാ നബി അലൈഹി ഇസ്ലാം വന്നത്. ആ പ്രബോധന ദൗത്യം ശത്രുവിന് മുമ്പിൽ തുറന്നു പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാം. പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് സംഭവ ബഹുലമായ വിഷയങ്ങൾക്ക് ശേഷം ഫിർഔന്റെയും സമൂഹത്തിന്റെയും മർദ്ദനങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ശത്രുക്കളെ അശേഷം നശിപ്പിച്ച് ഇതെല്ലാം കണ്ടനുഭവിച്ച ആ ഒരു ജനത കുറച്ചും കൂടി പോന്നപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ബിംബങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയാണ്, ആരാധിക്കാൻ വേണ്ടി. കഷ്ടം തന്നെ. മഹാന്മാരായ മുഫസ്സിറുകൾ ഇവിടെ പറയുന്നു, ഏറ്റവും വലിയ ദിവ്യ ദൃഷ്ടാന്തം കണ്ടു കഴിഞ്ഞ്, വലിയൊരു മുഅ്ജിസത്ത് കണ്ടു കഴിഞ്ഞ്, വലിയ കടൽ ഒരു വടി കൊണ്ടടിച്ചപ്പോ പിളർന്ന് വഴിയായി മാറിയ സംഭവം, ആ വഴിയിലൂടെ നടന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ ആ സംഭവം, അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട സമൂഹം. ആ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം കേട്ടപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ഇടിവെട്ടേറ്റവനെ പോലെ നിന്ന് പോയി, സ്തബ്ധനായി നിന്ന് പോയി. ഒന്നും അറിയാത്തൊരു വിഡ്ഢി സമൂഹമായല്ലോ എന്റേത്, നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാണോ? മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ ശകാരിക്കുകയും. ഇതിലും വലിയ മൗഢ്യം വേറെന്തുണ്ട്? മൂസാ നബി അലൈഹി ഇസ്ലാം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, തുറന്നു പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ. ഒന്നാമതായി അവരുടെ വിഡ്ഢിത്തം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഏറ്റവും വലിയ അനുഗ്രഹവും അനേകം ദൃഷ്ടാന്തങ്ങളും കണ്ട ആളുകളെ നിങ്ങൾ അനുഭവിച്ചവരല്ലേ നിങ്ങൾ. എന്നിട്ടും ഇത്ര വേഗം അതൊക്കെ മറന്ന് ഈ ബിംബാരാധകന്മാരെ പോലെ നിങ്ങൾക്കും ദൈവങ്ങൾ വേണമെന്ന് പറയുകയാണോ നിങ്ങൾ? നിങ്ങളെക്കാളും പമ്പര വിഡ്ഢികൾ വേറെ ആരാണുള്ളത്? ഇതാണ് 138-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. وجاوزنا നമ്മൾ കടത്തി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരെ അൽ ബഹ്റ കടൽ കടത്തി, ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം കടത്തി. ജാവസ എന്ന് പറഞ്ഞാൽ വിട്ട് കടത്തി എന്നൊക്കെയാണ്. അങ്ങനെ ഫഅതൗ അവരങ്ങനെ പോകുന്ന വഴിക്ക്, ഫഅതൗ അവർ അടുത്തെത്തി, അലാ ഖൗമിൻ ഒരു സമൂഹത്തിന്റെ അടുത്തെത്തി, യഅകുഫൂന അവർ ഭജനമിരിക്കുന്നുണ്ട്, അലാ അസ്നാമിൻ ലഹും അവരുടെ ബിംബങ്ങളുടെ അടുത്ത്, സ്വന്തം ബിംബങ്ങളുടെ അടുത്ത് ഭജനമിരിക്കുന്ന ഒരു ഖൗമിന്റെ അടുത്തുകൂടെ അവർ നടന്നുപോയി ആ പോണ പോക്കിൽ. അത് കണ്ടപ്പോ ഖാലു അവർ പറഞ്ഞു, യാ മൂസ, മൂസാ നബിയെ അലൈഹിസ്സലാം, ഇജ്അൽ ലനാ ഇലാഹൻ ഞങ്ങൾക്കും ഇലാഹുകളാക്കി തരുമോ, ഉണ്ടാക്കി തരുമോ, കമാ ലഹും ആലിഹ ഈ വിഭാഗത്തിന് ഈ നാട്ടുകാർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ, ഇവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുമോ? ഈ ചോദ്യം കേട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി എന്താ? ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ വിവരമില്ലാത്ത വല്ലാത്തൊരു ജനത തന്നെയാണ് നിങ്ങൾ, വിവരം കെട്ട ജനതയാണ് നിങ്ങൾ. ഇതൊക്കെ കണ്ട് അനുഭവിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ 139 നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാം തുടരുകയാണ്, തുടർന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബിംബാരാധകരായ ഈ ആളുകളുടെ മാർഗം പിഴച്ച മാർഗമാണ്, അതിന് ഭാവിയില്ല, അത് നശിച്ചു പോകും. ശിർക്ക് ചെയ്താൽ ദീന് പൊളിഞ്ഞു പോകും, ആ ശിർക്ക് തന്നെ നശിച്ചു പോകാനുള്ളതാണ്, അത് ഫലശൂന്യമാണ്, അള്ളാഹു അല്ലാത്തൊരു ഇലാഹാക്കി വെക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അവർ ഉപദേശിക്കുകയാണ്. നോക്കൂ 139-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹൗലാഇ മുതബർറും മാ ഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ. തീർച്ചയായും ഈ ഒരു വിഭാഗം ഏതൊരു കാര്യത്തിലാണോ നിലകൊള്ളുന്നത്, അതായത് ശിർക്ക്, ആ സംഗതി നശിപ്പിക്കപ്പെടുന്നതാണ്, അത് നാശത്തിന് വിധേയമാവുന്നതാണ്. ഇന്ന ഹൗലാഇ നിശ്ചയമായും ഇക്കൂട്ടർ,
മുതബറുൻ, നാശത്തിന് വിധേയമാകുന്നതാണ്, നശിപ്പിക്കപ്പെടുന്നതാണ്. മാഹും ഫീഹി, അവർ ഏതൊരു സംഗതിയിലാണോ അത് എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ശിർക്ക് നശിപ്പിക്കപ്പെടുന്നതാണ്, നാശത്തിന് വിധേയമാകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. മാത്രവുമല്ല വബാത്തിലുൻ, ഫലശൂന്യവുമാണ്, നിരർത്ഥകവുമാണ്. മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ. ഇങ്ങനെ ശിർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ബാത്തിലാണ്, നിരർത്ഥകമാണ്, ഫലശൂന്യമാണ്. ഇങ്ങനെ പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം മനസ്സിലാക്കി കൊടുക്കുകയാണ്. 140-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അവസാനം മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുകയാണ്, സങ്കടത്തോടുകൂടി രോഷത്തോടുകൂടി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവരെന്ന നിലക്ക് ലോകത്ത് മറ്റാർക്കും ഇതേവരെ ലഭിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും നൽകിയ അള്ളാഹു, ആ അള്ളാഹു നിങ്ങളെ ഉത്കൃഷ്ട സമുദായമാക്കി മാറ്റിയില്ലേ? എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളെ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് സമ്മതിച്ചു തരാൻ ഒരു വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അത്തരം നിരർത്ഥകമായ ആവശ്യം സമ്മതിച്ചു തരാൻ, അംഗീകരിച്ചു തരാൻ മാത്രം വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ എന്നെ കുറിച്ച് കരുതിയത്? അതാണ് മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. നോക്കൂ 140-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അഗൈറ അല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫദ്ദലകും അലൽ ആലമീൻ. ഖാല, മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അഗൈറ അല്ലാഹി അബ്ഗീകും ഇലാഹൻ, അള്ളാഹു അല്ലാത്തവരെയാണോ ഞാൻ നിങ്ങൾക്ക് ഇലാഹായി അന്വേഷിക്കേണ്ടത്? വഹുവ ഫദ്ദലകും അലൽ ആലമീൻ, നിങ്ങളുടെ കാലത്ത് സമകാലികരായ ലോകത്തുള്ള എല്ലാവരെക്കാളും അവൻ നിങ്ങളെ ഉത്കൃഷ്ടരാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങളെ ഉത്കൃഷ്ടരാക്കിയ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെയാണോ ഞാൻ അന്വേഷിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അഗൈറല്ലാഹി, അല്ലാഹു അല്ലാത്തവരെയാണ് അബ്ഗീകും ഞാൻ അന്വേഷിക്കേണ്ടത്, ഇലാഹൻ ഇലാഹായി. അബ്ഗീ എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കുക, തേടേണ്ടത്. ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാക്കി. ഇതേപോലൊരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബികൾ നടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വഹാബികൾ പറയാണ്, ഞങ്ങളൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹുനൈനിന്റെ ഭാഗത്തേക്ക് ഞാൻ നടന്നു പോവുകയാണ്. അവിടെ പോകുന്ന വഴിയിൽ ഒരു ഇലന്ത മരമുണ്ട്. ആ ഇലന്ത മരത്തിന്റെ ചുറ്റും കുറെ അവിശ്വാസികളായ ആളുകളുണ്ട്. അവർ അതിന്റെ അടുത്ത് ഭജനം ഇരിക്കാറുണ്ട്. അവരുടെ ആയുധങ്ങളും മറ്റുമൊക്കെ ആ മരത്തിൽ കെട്ടിത്തൂക്കാറുണ്ട്, വലിയ പുണ്യമാണെന്ന് കരുതിയിട്ട്. കാരണം അവർ ശിർക്ക് അവിടെ ചെയ്യാണ്. ആ മരത്തിന്റെ ചുറ്റും ഭജനം ഇരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മരം. ദാത്തു അൻവാത്ത് എന്നതിന് പേരുണ്ട്. ദാത്തു അൻവാത്ത്, അങ്ങനെ കെട്ടിത്തൂക്കുന്നത് എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. അപ്പൊ കെട്ടിത്തൂക്കുന്ന ഒരു മരം, ഇലന്ത മരം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ സ്വഹാബികൾ റസൂലുള്ളാഹിയോട് പറഞ്ഞത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ, ഇങ്ങനൊരു മരം അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും അങ്ങൊരു മരം നിശ്ചയിച്ചു തന്നാലും. അത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്രേ, അല്ലാഹു അക്ബർ, സത്യം തന്നെ, നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്രായേൽ ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണല്ലോ എന്നോട് ചോദിച്ചത്. എന്നിട്ട് ഈ പറയപ്പെട്ട ഖുർആൻ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുകയും ചെയ്തത്രേ. അവർ ചോദിച്ചു പോയതാണ്, അത് തന്നെ തിരുത്തി കൊടുക്കുകയും ചെയ്തു. ഇനി 141-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞ പൂർവികന്മാരായ ആളുകൾ അനുഭവിച്ച ചരിത്ര സംഭവങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഇസ്രായേലിനെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രായേലിയരെ, അതേപോലെ ഈ കാലത്തുള്ള ആളുകളെയും ഒക്കെ അള്ളാഹു തആല അവരുടെ പൂർവികന്മാരുടെ ചരിത്ര സംഭവങ്ങൾ, അവർക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്ത നിയമത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വലിയ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുമുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നതിന്റെ പേരിൽ റബ്ബിനെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ. അന്ന് നടന്ന ഇവരുടെ പൂർവികന്മാരുണ്ടായിരുന്നപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളാണ് ഒന്നുകൂടെ അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കാം 141-ാമത്തെ ആയത്ത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. صدق الله العلي العظيم. وإذ أنجيناكم നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണേ. മിൻ ആലി ഫിർഔന ഫിർഔനിന്റെ കൂട്ടക്കാരിൽ നിന്നും നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? യസൂമൂനക്കും സൂഅൽ അദാബ്, അതികഠിനമായി നിങ്ങളെ മർദ്ദിച്ചു കൊണ്ടിരുന്നവർ. യസൂമൂനക്കും, അവർ നിങ്ങളെ മർദ്ദിച്ചു കൊണ്ടിരുന്നു. സൂഅൽ അദാബി, കഠിനമായ ശിക്ഷകൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പൊ നിങ്ങളെ കഠിനമായി മർദ്ദിച്ചു കൊണ്ടിരുന്ന ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. മാത്രമല്ല, എന്താണ് അവർ ചെയ്തിരുന്നത്? യുഖത്തിലൂന അബ്നാഅക്കും, അവർ നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയായിരുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ, പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയുമായിരുന്നു. അതാണ് അവർ ചെയ്യുക. ആൺകുട്ടികളെ കൊല്ലും. വയസ്തഹ്യൂന, ജീവിക്കാൻ വിടും, ജീവിച്ചോട്ടെ എന്ന് കരുതി വിടും. നിസാഅക്കും, നിങ്ങളെ പെണ്ണുങ്ങളെ, അതും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അടിമപ്പണിക്കും ലൈംഗിക വൃത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടും. ആണുങ്ങൾ അവർ കൊല്ലുകയും ചെയ്യും. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അളീം, കടുത്ത പരീക്ഷണമായിരുന്നു അതിലുണ്ടായിരുന്നത്. വഫീ ദാലികും, ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ബലാഉം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമായിരുന്നു. അളീമുൻ, കടുത്ത പരീക്ഷണമായിരുന്നു. എന്നാൽ അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കടുത്ത പരീക്ഷണമായിരുന്നു അത് എന്നർത്ഥം. 142-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇനി മൂസാ നബി അലൈഹി സ്വലാമിന് വേദം നൽകുന്നത് സംബന്ധമായ വിവരമാണ് അള്ളാഹു തആല പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു വേദം നൽകാമെന്ന് അള്ളാഹു തആല മഹാനവറുകളോട് വാഗ്ദാനം ചെയ്തിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം ചെങ്കടൽ കടക്കുകയും രക്ഷപ്പെടുകയും ശത്രുക്കളെല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്ത ശേഷം ആ വാഗ്ദാനം നിറവേറ്റാൻ ഒരുങ്ങുകയാണ് അള്ളാഹു തആല. ആ വാഗ്ദാനം നിറവേറ്റാൻ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം അപേക്ഷിച്ചിരുന്നു. അങ്ങനെ ആ വാഗ്ദാനം നിറവേറ്റപ്പെടാൻ ഒരുങ്ങുകയാണ്. അള്ളാഹു തആല എന്താ പറഞ്ഞത്? ശരി, നിങ്ങൾ 30 ദിവസം നോമ്പനുഷ്ഠിക്കണം, ആരാധനയിൽ മുഴുകണം. അത് കൂടുതൽ ആത്മീയമായി ഉയരാനും ഹൃദയവും മനസ്സും ശുദ്ധമാവാനും സംസ്കരണം നേടാനുമായിരുന്നു അള്ളാഹു തആല അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്. അങ്ങനെ 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയപ്പോ ഒരു 10 ദിവസം കൂടി അതിനോട് ചേർന്ന് തന്നെ നോമ്പെടുക്കാൻ അള്ളാഹു തആല പറഞ്ഞു. അങ്ങനെ 40 ദിവസം കംപ്ലീറ്റ് ആയി. ദുൽഖഅദ മാസം പൂർണ്ണമായും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം കൂടിയായിരുന്നു ഈ വ്രതം അനുഷ്ഠിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 40 ദിവസം പൂർത്തിയായത്. അങ്ങനെ 40 ദിവസം പൂർത്തിയാക്കി അള്ളാഹുവുമായി നേരിൽ സംസാരിക്കാനും വേദം ഏറ്റുവാങ്ങാനുമായി മൂസാ നബി അലൈഹി സ്വലാം തുരിസീന പർവ്വതത്തിലേക്ക് പോവുകയാണ്. പോകുമ്പോ ജനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ പ്രത്യേകം പറഞ്ഞു ചുമതലപ്പെടുത്തിയിരുന്നു. മൂസാ നബിക്ക് അറിയാലോ അലൈഹിസ്സലാം, ഇസ്രായേലര് തന്റെ ഖൗമ് വലിയ കുഴപ്പക്കാരാണ്, അനുസരണ ഇല്ലാത്ത ആളുകളാണ്, ഇത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബി അലൈഹി സ്വലാമിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും കൊടുത്തു. ആവശ്യമായ നല്ല കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താനും പ്രത്യേകം പറഞ്ഞു. കുഴപ്പക്കാരായ ആളുകളെ പ്രവർത്തനങ്ങളിലൊന്നും പെടരുത്, അതിലൊന്നും അകപ്പെട്ടു പോകരുതെന്ന് പ്രത്യേകം ഉപദേശിക്കുകയും ചെയ്തു. ഹാറൂൻ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അല്ലെ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആവശ്യപ്രകാരം അല്ലാഹു തആല സഹായിയായി മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത ആളുമാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം. കുറച്ച് വയസ്സ് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാറൂൻ നബി അലൈഹി സ്വലാമിന് മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ. ഫറോവാനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് 80 വയസ്സും അഹറോന് 83 വയസ്സുമായിരുന്നു. ഇങ്ങനെ ബൈബിളിലും കാണാം, പുറപ്പാട് പുസ്തകത്തിൽ. അപ്പോ കുറച്ച് വയസ്സ് 2-3 വയസ്സ് കൂടുതലുണ്ട് ഹാറൂൻ നബി അലൈഹി സ്വലാമിന്, ജ്യേഷ്ഠ സഹോദരനായിരുന്നു എന്ന് ചുരുക്കം.
നമ്മൾ 142-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. وواعدنا موسى 30 ليلة. നമ്മൾ 30 രാവുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് നാം വാഗ്ദാനം ചെയ്തു. വവാഅദ്ന, നമ്മൾ വാഗ്ദാനം ചെയ്തു മൂസാ നബിയോട് 30 ലൈലത്തിൽ 30 ദിനങ്ങൾ നോമ്പെടുക്കാൻ പറഞ്ഞു എന്നർത്ഥം. വഅത്മംനാഹാ ബിഅശ്രിൻ, അതിനെ നമ്മൾ 10 കൂടി ചേർത്ത് പൂർത്തിയാക്കുകയും ചെയ്തു. വഅത്മംനാഹാ, ആ 30 രാവുകളെ നമ്മൾ പൂർത്തിയാക്കി ബിഅശ്രിൻ 10 കൊണ്ട്, 40 ആക്കി എന്നർത്ഥം. അങ്ങനെ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല, അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച സമയം 40 ദിവസം തികഞ്ഞു. നിശ്ചിത 40 നാൾ സമ്പൂർണമായി. ഫതമ്മ, അങ്ങനെ പൂർണ്ണമായി. മീഖാതു റബ്ബിഹി, മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത സമയം 40 ലൈലത്തിൽ 40 രാവുകളായി, 40 നാളുകളായി അത് പൂർണ്ണമായി. അങ്ങനെ പോകാനൊരുങ്ങുമ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞേൽപ്പിക്കുന്നതാണ് ഇനി ബാക്കി ഭാഗത്തുള്ളത്. വഖാല മൂസ ലിഅഖീഹി, മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനോട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഉഖ്ലുഫ്നി ഫീ ഖൗമി, എന്റെ സമൂഹങ്ങളിൽ, എന്റെ ജനതയിൽ അങ്ങ് എന്റെ പകരക്കാരാവണം, പ്രതിനിധിയാവണം. ഉഖ്ലുഫ്നി, പ്രതിനിധിയാവണം, എന്റെ പ്രതിനിധിയാവണം. വഅസ്ലിഹ്, നിങ്ങൾ നല്ലത് ചെയ്യണം, അവരെ നന്നാക്കണം, നന്നായി പ്രവർത്തിക്കണം. വലാ തത്തബി, നിങ്ങൾ പിൻപറ്റിപ്പോകരുത്, സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗം. മുഫ്സിദീങ്ങളുടെ സബീൽ, ഫിത്ന ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ മാർഗം അങ്ങ് പിൻപറ്റരുത്. പരമാവധി അവരെ നന്നാക്കണം, നല്ലത് ചെയ്യുകയും ചെയ്യണം. ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. ഈ രാത്രി, ലൈല് എന്നത് ദിവസം എന്ന അർത്ഥത്തിന് സാധാരണ ഉപയോഗിക്കാറുണ്ട് അറബിയിൽ, അങ്ങനെ ഒരു പതിവുണ്ട്. ആ ഉദ്ദേശമാണ് ഇവിടെ, അല്ലാതെ രാത്രി എന്നല്ല ഉദ്ദേശം. ഇവിടെ ലൈലത്ത് എന്ന് പറഞ്ഞാൽ ദിവസം എന്ന അർത്ഥം, യൗമുൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഉപയോഗിക്കാറുണ്ട് സാധാരണ. അതേപോലെ തന്നെ യൗമ് എന്ന വാക്ക് ദിവസം എന്ന അർത്ഥത്തിന് പുറമെ പകൽ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാണ്ടോ? അപ്പോ ഇവിടെ ലൈലത്ത് എന്ന് പറഞ്ഞാൽ ദിവസം എന്നർത്ഥം, യൗമ് എന്നാണ് അർത്ഥം. അല്ല രാത്രി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടൈം അല്ല എന്നർത്ഥം. 143-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹു പറഞ്ഞ 40 ദിവസം നോമ്പ് നോറ്റ് മനസ്സ് ശുദ്ധമായി ആരാധനകളിൽ നിമഗ്നനായി ആത്മീയമായി ഉന്നത ലെവലിലെത്തി മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. മനസ്സ് നിറയെ ആകാംക്ഷയാണ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്, വേദം വാങ്ങാൻ പോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിലെത്തി. മാഷാ അള്ളാഹ്, അവിടെ ചെന്നപ്പോ അള്ളാഹു തആല നേരെ സംസാരിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ സംസാരം നേരെ കേട്ടു. ആ സംസാരത്തിന്റെ മധുരമയിൽ ആ സകലം ലയിച്ചുപോയി. എന്തൊരു മാധുര്യമാണ്, എന്തൊരു രസമാണ്! അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ തിരമാലകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുകയാണ്. പരിസരബോധം നഷ്ടപ്പെടുകയാണ്. യാ അല്ലാഹ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു മധുരമയാണ്! അള്ളാഹുവിന്റെ വാക്കുകൾക്ക് തന്നെ ഇത്രയും മധുരമാണെങ്കിൽ, അതിന്റെ ആ അനുഭവഭേദ്യം ഇത്രയും അനിർവചനീയമാണെങ്കിൽ, അള്ളാഹിനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എത്ര മഹത്തരമായിരിക്കും! അള്ളാഹുവിനെ കാണുക എത്രമാത്രം ആസ്വാദ്യകരമായിരിക്കും! മൂസാ നബി അലൈഹിസ്സലാം അതാണ് ഇപ്പൊ ചിന്തിക്കേണ്ടത്. റബ്ബിനൊന്ന് കാണുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ച് എന്തായാലും ആ ആഗ്രഹം ഉത്കടമായി. അള്ളാഹുവിനെ നേരിട്ട് കാണണം. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹം കൂടി. അങ്ങനെ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്, റബ്ബേ, നിന്നെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, ഒന്ന് കാണിച്ചു തരാമോ? ഈ ചോദിച്ചത് മൂസാ നബി അലൈഹിസ്സലാമിന് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. രാജാതിരാജനായ അള്ളാഹുവിന്റെ മഹത്വങ്ങളും വിശേഷണങ്ങളും അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടല്ല ചോദ്യം. പിന്നെയോ ആ സംസാരം കൂടെ കേട്ടപ്പോ ആ തിരുസന്നിധി ഒന്ന് കാണണം എന്നൊരാഗ്രഹം, അടങ്ങാത്ത മോഹം, അതുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്.
പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അപ്പം അത് ചിന്തിച്ചില്ല. ഈ ലോകത്ത് വെച്ച് സർവശക്തനായ രാജാധിരാജനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സത്തദാത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ലല്ലോ, സാധ്യമല്ലല്ലോ. ഏതായാലും ആ ഒരു അപേക്ഷ കേട്ടപ്പോ ആ അപേക്ഷ സമർപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ആക്ഷേപിച്ചില്ല, കുറ്റം പറഞ്ഞില്ല, അപേക്ഷയിൽ പ്രതിഷേധിച്ചില്ല. പിന്നെന്താ ചെയ്തത്? കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. എന്താ പറഞ്ഞത്? ഈ ലോകത്ത് അതാർക്കും കഴിയില്ല മൂസാ അലൈഹിസ്സലാം, ഈ ലോകത്തിന്റെ പ്രകൃതിക്ക് അതീതമാണത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അനിർവചനീയമായ പ്രഭാപൂരിതമായ മഹാസത്തയ ദാത്തിനെ തികച്ചും ദുർബലരായ മനുഷ്യരായ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ കുട്ടികൾക്ക് മുതിർന്ന ആളുകൾ കഴിക്കുന്ന ആഹാരം കൊടുക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ തുടങ്ങാത്ത കുട്ടികൾക്ക് മുതിർന്ന ആളുകൾക്ക് കഴിക്കുന്ന ആഹാരം കൊടുത്താൽ എന്താ സംഭവിക്കുക? ആകെ ബുദ്ധിമുട്ടാവില്ലേ? ഒരു ഉദാഹരണം. എന്നതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ആ വലിയ ദാത്ത് കാണാൻ കഴിയില്ല, ഇപ്പോ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യമാണ് ഒരു ഉദാഹരണ സഹിതം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. താങ്കൾക്ക് എന്നെ കാണാൻ കഴിയില്ല, അതാണ് പ്രതികരണം. അതിന് തെളിവ് ഞാൻ കാണിച്ചു തരാം എന്നും അല്ലാഹു തആല പറയുന്നുണ്ട്. ആ കാഴ്ച താങ്ങാനുള്ള ശക്തി മൂസാ നബിയെ താങ്കളെക്കാൾ എത്രയോ ഉറപ്പും കെൽപ്പുമുള്ള ആ കാണുന്ന വലിയ പർവ്വതമില്ലേ, ആ പർവ്വതത്തെ പോലും ഇല്ല എന്ന് താങ്കൾ തന്നെ കാണാം, താങ്കൾക്ക് തന്നെ അനുഭവിച്ചറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാം നിങ്ങൾ നോക്കൂ, നിങ്ങളെക്കാൾ വലിയ ശക്തിയുള്ളതാണല്ലോ, ഉറപ്പുള്ളതാണല്ലോ പർവ്വതം. ആ പർവ്വതം നോക്കൂ, അത് തൽസ്ഥാനത്ത് ഉറച്ചു നിന്നാൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും. അത് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതാ അള്ളാഹുവിന്റെ അനിർവചനീയമായ പ്രകാശത്തിൽ നിന്ന് ചെറിയൊരംശം ആ മലയിലേക്ക് പ്രത്യക്ഷമാവുകയാണ്. ചെറിയൊരംശം ആ മലയുടെ മേൽ തട്ടിയപ്പോഴേക്കും ആ മലയതാ കിടുകിടാ വിറച്ച് തരിപ്പണമായി പോകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ബോധരഹിതനായി വീഴുന്നു. അതാണ് സംഭവിച്ചത്. ബോധം തിരിച്ചു കിട്ടിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാര്യം ബോധ്യമായി. ഇവിടെ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്ന് ബോധ്യമായി. ഞാൻ ചെയ്ത അപേക്ഷ കുറച്ച് ഓവറായി പോയി എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തോന്നി. അങ്ങനെയാണ് അള്ളാഹുവിനെ പുകഴ്ത്തുന്നത്. റബ്ബേ, നീ മഹാപരിശുദ്ധൻ തന്നെയാണ്, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. യാ അല്ലാഹ്, അപേക്ഷിച്ചത് മര്യാദക്കേടാണ് ശരി, പക്ഷേ അത് അള്ളാഹുവിലുള്ള വിശ്വാസം കുറവ് കൊണ്ടല്ല, വിശ്വാസത്തിലുള്ള എന്തെങ്കിലും ദൗർബല്യം കൊണ്ടല്ല, മറിച്ച് ഞാൻ സത്യവിശ്വാസികൾ ഒന്നാമത്തെ ആൾ തന്നെയാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അതിന്റെ കൂടെ ചേർത്ത് പറയുകയും ചെയ്തു. റബ്ബേ, എനിക്ക് നേരെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ആദ്യം മുൻപന്തിൽ തന്നെയുണ്ട്, ഞാൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ മുൻപന്തിൽ തന്നെയുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് കൽപ്പിക്കപ്പെടാത്തൊരു കാര്യം ചോദിച്ചതിന്റെ പേരിൽ മൂസാ നബി അലൈഹി സ്വലാം ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين صدق الله العلي العظيم. فلما جاء മൂസാ നബി അലൈഹി സ്വലാം വന്നപ്പോൾ ലിമീഖാത്തിനാ, നാം നിശ്ചയിച്ച സമയത്ത് 40 ദിവസം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം വന്നപ്പോ വകല്ലമഹു റബ്ബുഹു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഖാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, അരിനീ, എനിക്കൊന്ന് കാണിച്ചു തരാമോ നിന്നെ, അൻദുറിലേക്ക്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ, ഒന്ന് കാണിച്ചു തരാമോ? എന്താ മറുപടി? ഖാല ലൻ തറാനി, അല്ലാഹു തആല പ്രതിവചിച്ചു, മറുപടിയായി പറഞ്ഞു, ലൻ തറാനി, താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുകയേ ഇല്ല മൂസാ അലൈഹിസ്സലാം. വലാകിൻ, പക്ഷേ, ഉൻദുർ ഇലൽ ജബലി,
താങ്കൾ ആ പർവ്വതത്തിലേക്ക് നോക്കൂ. ഫഇൻ ഇസ്തഖറ മകാനഹു, ആ മല അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഫസൗഫ തറാനി, അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് ആ മലയിലേക്ക് നോക്കൂ. അത് അവിടെ തന്നെ നിന്നാൽ ഫഇൻ ഇസ്തഖറ മകാനഹു, അത് അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിന്നാൽ ഫസൗഫ, അങ്ങനെയാണെങ്കിൽ പിന്നീട് തറാനി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സഈഖാ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ, അങ്ങനെ തന്റെ നാഥന്റെ പ്രഭ ആ മലയിലേക്കൊന്ന് വെളിപ്പെട്ടപ്പോൾ, ഫലമ്മാ തജല്ലാ റബ്ബുഹു, റബ്ബ് വെളിപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ പ്രഭ, പ്രകാശം ആ മലയിലേക്കൊന്ന് വെളിപ്പെട്ടപ്പോൾ, നിൽ ജബലി, ആ മലയിലേക്ക് വെളിപ്പെട്ടപ്പോൾ, ജഅലഹു ദക്കാ, ആ മലയത് തകർത്തു കളഞ്ഞു, തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. വഖറ മൂസാ സഈഖാ, മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീഴുകയും ചെയ്തു. ജഅലഹു ദക്കൻ, തരിപ്പണമാക്കി കളഞ്ഞു. വഖറ, വീണുപോയി, മൂസാ നബി അലൈഹി സ്വലാം വീണുപോയി. സഈഖൻ, ബോധരഹിതനായി. ഫലമ്മാ അഫാഖ, അങ്ങനെ ബോധം തെളിഞ്ഞപ്പോ, ഖാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുകയാണ്, നീ പരിശുദ്ധനാണ് റബ്ബേ. തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. വഅന അവ്വലുൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ ഒന്നാമത്തവനാൻ തന്നെയാണ് ഞാൻ വിശ്വാസി തന്നെയാണ്, വിശ്വാസക്കുറവുള്ളവൻ ചോദിച്ചതല്ല റബ്ബേ. വിശ്വാസികളിൽ ഞാൻ മുൻപന്തിയിലുണ്ട്, ഞാൻ ഒന്നാമത്തവൻ തന്നെയാണ്. തുബ്തു ഇലൈക, നിന്നിലേക്ക് ഇതാ ഞാൻ ഖേദിച്ചു മടങ്ങുന്നു അല്ലാഹ്, യാ അല്ലാഹ്. അപ്പോ വേദം വാങ്ങാൻ പോയ സമയത്ത് വലിയൊരു അനുഗ്രഹത്തിനാണ് മൂസാ നബി അലൈഹി സ്വലാം ഭാഗ്യം ലഭിച്ചത്. മൂസാ നബി അലൈഹി സ്വലാമിന് ഭാഗ്യം ലഭിച്ചത്, അതായത് വലിയ അനുഗ്രഹം. അള്ളാഹു നേരിട്ട് സംസാരിച്ചു, അല്ലേ? കല്ലമഹു റബ്ബുഹു. മറ്റൊരവസരത്തിലും സംസാരിച്ചിരുന്നു. ഈജിപ്തിൽ നിന്ന് അഭയാർത്ഥിയായി മദീനയിലേക്ക് പോയി ഏതാനും കാലം ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ താമസിച്ച ശേഷം ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ മകളെ കല്യാണം കഴിച്ച് തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോരുമ്പോ സീനാ താഴ്വരയിൽ വെച്ച് ആദ്യമായി അള്ളാഹുവിന്റെ സംസാരം കേട്ടിരുന്നു. ആ അവസരത്തിൽ തന്നെയാണ് ഫിർഔനിന്റെ അടുത്തേക്ക് പ്രവാചകനായി നിയോഗിച്ചതും റസൂലായി പറഞ്ഞയച്ചതും, അല്ലേ? ഇവിടെ പറയുന്നത് മഹാനവറുകൾ തൗറാത്ത് വാങ്ങാൻ വേണ്ടി മുൻ നിശ്ചയപ്രകാരം 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം സീനാമലയിൽ ചെന്നപ്പോഴുണ്ടായ സംസാരത്തെ കുറിച്ചാണ്. ഏതായാലും കലീമുല്ലാഹി എന്ന മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അള്ളാഹു നേരിട്ട് സംസാരിച്ച ആൾ. നേരിട്ട് സംസാരിച്ചു. ആ സംസാരം എങ്ങനെയാണ്? അതിന് അക്ഷരമുണ്ടോ, ശബ്ദമുണ്ടോ, ഏത് ഭാഷയിലാണ്? ഇതൊന്നും നമുക്ക് അറിയാനോ സങ്കല്പിക്കാനോ ഊഹിക്കാനോ പോലും കഴിയില്ല. സൃഷ്ടികളുടെ സംസാരങ്ങളുമായി അള്ളാഹുവിന്റെ കലാമിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നമുക്ക് തീർത്ത് മനസ്സിലാക്കാം. മുഖാലഫത്തുൽ ഇഹ്വാദിസി, അല്ലെ? അള്ളാഹുവിന്റെ സൃഷ്ടികളോട് എതിരുള്ള സ്വഭാവമുള്ള ആളാണ്. സൃഷ്ടികളെ പോലെ ആവില്ല അള്ളാഹു താല. അള്ളാഹുവിനെ പോലെ മറ്റൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ എല്ലാം നമ്മളെ പോലെയല്ല, അത് മറ്റു വ്യത്യസ്ത രൂപങ്ങളിലാണ്. നമ്മുടേതുപോലെ ഒരു സാമ്യം അതിനുണ്ടാവില്ല എന്ന സാമ്പത്തികമായി മനസ്സിലാക്കണം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ, ആ പ്രകാശം വെളിപ്പെട്ടപ്പോ, ഈ വചനം, ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പെരുവിരൽ ചെറുവിരലിന്റെ തലപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് വളരെ തുച്ഛം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായത്രേ. അങ്ങനെ ചെറിയൊരു അംശമാണ് വെളിപ്പെട്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റഈസുൽ മുഫസ്സിരീൻ മഹാനവറുകൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ പദവിയിൽ നിന്ന് ഒരു ചെറിയ വിരലിന്റെ അത്രയേ ആ മലയിലേക്ക് പ്രകടമായിട്ടുള്ളൂ. അപ്പോഴേക്കു തന്നെ ആ മല ധൂളിയായി തകർന്ന് തരിപ്പണമായി പോവുകയും മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീഴുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രഭയുടെ വെളിപ്പാട് എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു, അള്ളാഹു ആലം, അള്ളാഹു മാത്രം അറിയും. അള്ളാഹുവിന്റെ മഹത്വത്തിനും പരിശുദ്ധിക്കും അനുയോജ്യമായ ഒരു വെളിപ്പെടലായിരിക്കും എന്ന് മാത്രം നമുക്ക് പറയാം. സാന്ദർഭികമായി ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ലോകത്ത് റബ്ബ് ആർക്കും നൽകിയിട്ടില്ല. മനുഷ്യന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്കോ ആന്തരേന്ദ്രിയങ്ങൾക്കോ ഒന്നും അത് താങ്ങാനുള്ള കഴിവും കെൽപ്പുമില്ല. മരിക്കുന്നതോടുകൂടി ഈ ഭൗതിക കാഴ്ചപ്പാട് അവസാനിക്കുമല്ലോ. അതോടൊപ്പം തന്നെ മരിക്കുന്നതോടുകൂടി ഇതിന്റെ മുമ്പിലില്ലാത്ത പല അനുഭവങ്ങളും പല കാഴ്ചകളും മനുഷ്യന് കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അത് പരലോകത്ത് ചെല്ലുമ്പോഴാവട്ടെ കൂടുതൽ വ്യത്യസ്തമായ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമായിരിക്കും ഉണ്ടാവുക. ഇവിടെ വെച്ച് അസംഭവ്യമായ, ഊഹിക്കാൻ പോലും കഴിയാത്ത പല സംഭവങ്ങളും മരണത്തിന് ശേഷവും പരലോകത്തും നടക്കാനിരിക്കുകയാണ്, സാധ്യമാണ്. കുറ്റവാളികളായ ആളുകളോട് ഖിയാമത്ത് നാളിൽ പറയപ്പെടുന്ന വാചകങ്ങളിൽ അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്. സൂറത്തു ഖാഫിലെ 22-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസ്റുക അൽയൗമ ഹദീദ്. തീർച്ചയായും ഇതിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നല്ലേ? ഇപ്പോൾ നിനക്ക് നിന്റെ മൂടിയെ നാം ഇതാ തുറന്നു നീക്കി തന്നിരിക്കുന്നു. ഫകശഫ്നാ അൻക ഗിതാഅക, നിന്റെ മൂടിയെ നാം ഇതാ തുറന്നു മാറ്റി തരുന്നു. ഫബസ്റുക അൽയൗമ ഹദീദ്, ആകയാൽ നിന്റെ കാഴ്ച ഇന്ന് മൂർച്ചയുള്ളതാണ്. ഇതുവരെ കാണാത്ത പല കാഴ്ചകളും മരണത്തോടുകൂടി മനുഷ്യന് കാണാൻ കഴിയും. അതാണ് മരിക്കുന്ന സമയത്ത് ഇനി താൻ പോകേണ്ട സ്ഥലം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണോ നരകമാണോ എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അല്ലേ ആണ് മരിപ്പിക്കുക എന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ ളാലിമീങ്ങളായ ആളുകൾ നേരിടുന്ന ചില അനുഭവങ്ങളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല സൂറത്തു സുമറിൽ പറയുന്നുണ്ട്, 47-ാമത്തെ ആയത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. അവർ കണക്ക് കൂട്ടിയിരുന്നില്ലാത്ത പല കാര്യങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വെളിപ്പെടുകയും ചെയ്യുമെന്നാണ്, അവർക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നർത്ഥം. അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത പലതും കാണുമെന്ന് ചുരുക്കം. രണ്ടാമതായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികളായ ആളുകൾ, മുഅ്മിനീങ്ങൾ പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണും. അത് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പരമമായ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം, ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല പറയുന്നുണ്ട് 75-ാമത്തെ അധ്യായത്തിൽ 22-23 ആയത്തുകൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ ഖിയാമത്ത് നാളിൽ പ്രസന്നങ്ങളായിരിക്കും. കാരണം അവയുടെ റബ്ബിലേക്ക് നോക്കുന്നവയായിരിക്കും. അല്ലാഹുവിനെ കണ്ടിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമെന്നർത്ഥം. സത്യനിഷേധികളെ കുറിച്ച് പറയുന്നിടത്ത് 83-ാം അധ്യായം 15-ാം വചനത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നിശ്ചയമായും അവർ, സത്യനിഷേധികൾ, അന്നത്തെ ദിവസം തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെട്ടവർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങൾക്ക്, സത്യനിഷേധികൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം കാണാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട്, അത് മുഅ്മിനീങ്ങളാണ്. അപ്പൊ പിന്നെ ഈ ആയത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ലൻ തറാനി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇവിടെ വെച്ച്, ഇഹലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. ഈ ലൻ തറാനി എന്ന വാക്ക് പിടിച്ചിട്ട് അള്ളാഹുവിനെ പരലോകത്ത് വെച്ചും കാണാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മുഅ്തസിലി വിഭാഗക്കാര്, വേറെ ചില യുക്തിവാദികള് അങ്ങനെ പറയാറുണ്ട്. അത് തെറ്റാണ്. ഇന്നും ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയുക തന്നെ ചെയ്യും. മൂസാ നബി അലൈഹി ഇസ്ലാമിനെല്ലാം തറാനി എന്ന് അള്ളാഹു തആല പറഞ്ഞത് ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല എന്ന് മാത്രമാണ്. ഇഹത്തിലോ പരത്തിലോ വെച്ച് ആർക്കും എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അതിന്റെ ഉദ്ദേശം. നമ്മൾ ആ പറഞ്ഞ തെളിവുകളിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ. ഈ ക്ലാസ്സുകളെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കണേ. തമ്പുരാൻ ഇത് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഉസ്താദന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ഈ ഖൈറും സലാമത്തും സന്തോഷവും നൽകണം തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണ്, രോഗികളാണ്. റബ്ബേ, നീ ശിഫ നൽകണം തമ്പുരാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വാധീനം ചേർക്കാൻ റബ്ബേ, ആർക്കകത്ത് നന്നാക്കാൻ റബ്ബേ. സ്വർഗത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ, നരകത്തെ തുറക്കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിൽ നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ, ആഫിയത്ത് നിലനിർത്തണം അല്ലാഹ്. പരിശുദ്ധ ഖുർആനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ
ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം എപ്പോഴും. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.